മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ എല്ലാ അധ്വാനങ്ങളെയും അവിടുന്ന് ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോനാഥൻ വചനപ്രഘോഷണത്തിനായിട്ട് കടൽ തീരത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ 2 വള്ളങ്ങൾ കിടക്കുന്നത് കാണുകയാണ്. അതിൽ വള്ളക്കാർ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. അവരോട് ഈശോ പറയുകയാണ്, വള്ളങ്ങൾ അടുപ്പിച്ചിടുവിൻ. ഉടനെ തന്നെ അവരത് ചെയ്തു. ഈശോ അവിടെ നിന്നുകൊണ്ട് വചനപ്രഘോഷണം നടത്തുകയാണ്. അതിനുശേഷം പത്രോസിനോട് പറയുന്നുണ്ട്, നീ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കുക. പത്രോസ് പറഞ്ഞു, രാവേറെ വലയെറിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ എങ്കിലും ഈശോ പറയുന്നത് കൊണ്ട് അവനത് പ്രവർത്തിച്ചു. അവൻ്റെ വല നിറയെ മത്സ്യങ്ങൾ കിട്ടിയെന്ന് പറയുക. അതിനുശേഷം അവരോട് ഈശോനാഥൻ പറയുകയാണ്, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുമെന്ന്. ഈശോനാഥൻ 2 കാര്യങ്ങളാണ് പത്രോസിനോട് പറഞ്ഞത്. 1 വള്ളങ്ങൾ അടുപ്പിച്ചിടുക, 2 വലയെറിയുക. 2 കാര്യങ്ങളും പത്രോസ് അനുസരിച്ചപ്പോൾ അവന് വലിയ അനുഗ്രഹം ലഭിക്കുക. ദൈവത്തിൻ്റെ ഇടപെടലിന് ആ അനുസരണം കാരണമായിട്ട് തീരുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ദൈവം ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരാണ്. നമ്മുടെ നിയോഗങ്ങൾ ഈശോ ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകണമെങ്കിൽ ദൈവവചനം അനുസരിക്കുവാനായിട്ട് സാധിക്കണമെന്ന് തിരുവചനം നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുക. വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാനും നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. 2ാമതായിട്ട് ഈ വചനഭാഗം നൽകുന്ന ചിന്ത, ഈശോ അവനോട് പറയുന്നു, ആഴത്തിലേക്ക് നീക്കി വലയെറിയുവിൻ. ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണം. വിശ്വാസത്തിന് ആഴമുണ്ടായിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകണമെങ്കിൽ നിന്റെ വിശ്വാസത്തിന് ആഴമുണ്ടായിരിക്കണം. ഒരു പെരിഫറലായിട്ടുള്ള വിശ്വാസം, മുകളിലുള്ള ഒരു വിശ്വാസ ജീവിതം പോരാ. ആഴങ്ങളിൽ അടിയുറച്ച വിശ്വാസം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്നുള്ള ആഴത്തിലുള്ള വിശ്വാസം നിൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദൈവം നിൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. അവിടെയേ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. 3ാമതായിട്ട് ഈ സുവിശേഷ ഭാഗം നൽകുന്ന ചിന്ത, ദൈവകരം നമ്മുടെ മേൽ ഉയർത്തപ്പെട്ടാൽ ശൂന്യത മാറി നിറമുണ്ടാകും. ദൈവവചനമനുസരിച്ച് വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാൽ ദൈവകരം നിൻ്റെ മേൽ ഉയർത്തപ്പെടും. ആ ദൈവകരം ഉയർത്തപ്പെടുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ ശൂന്യത മാറും, നിറവ് നിനക്ക് ലഭിക്കും. നിൻ്റെ ബുദ്ധിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ, നിൻ്റെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ, നിൻ്റെ കഴിവിനനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ ശൂന്യതയെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ശിമയോനും അവൻ്റെ കൂട്ടുകാരും അവരുടെ ബുദ്ധിക്കനുസരിച്ച്, അവരുടെ കഴിവിനനുസരിച്ച് അവർ പ്രവർത്തിച്ചു. പക്ഷെ അവർക്ക് ഫലമൊന്നും കിട്ടിയില്ല. മീൻ പിടിക്കാൻ നന്നായിട്ട് അറിയാവുന്നവരാ, അറിവുള്ളവരാ. അവരുടെ അറിവ് പ്രയോഗിച്ചിട്ട് അവർക്ക് മീൻ കിട്ടിയില്ല. പക്ഷേ കർത്താവ് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് മീൻ ലഭിക്കുക. നീ ഓർത്തുകൊള്ളണം, നിൻ്റെ ബുദ്ധി കൊണ്ടോ നിൻ്റെ അറിവ് കൊണ്ടോ നിൻ്റെ കഴിവ് കൊണ്ടോ നിനക്കൊന്നും നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. നീ എന്തെങ്കിലും നേടുവാനായിട്ട് പരിശ്രമിച്ചാൽ ശൂന്യതയെ ഉണ്ടാവുകയുള്ളൂ. നീ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും ദൈവകരം അതിൻ്റെ മേൽ ഉയർത്തപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ദൈവകരം അതിൻ്റെ മേൽ ഉയർത്തപ്പെടുകയും നീ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് ശൂന്യത മാറി, നിൻ്റെ ജീവിതത്തിൽ നിന്ന് ശൂന്യത മാറി നിറവ് നിനക്ക് ലഭിക്കുകയും ചെയ്യും. 4ാമത്തെ ചിന്ത, ദൈവാനുഗ്രഹം നേടുന്നവൻ ദൈവത്തിന് സാക്ഷിയായി തീരണമെന്നുള്ളതാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കുന്നുണ്ട്. ആ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനായിട്ടും ആ ഈശോയെ ഏറ്റുപറയാനായിട്ടും നിനക്ക് സാധിക്കണം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം
പത്രമാസികളും സോഷ്യൽ മീഡിയയിലും എല്ലാം കണ്ടൊരു കാര്യമാണ്. ക്രിക്കറ്റ് പ്ലെയർ ജെമീമ റോഡ്രിഗസ്, അവളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് അവൾക്ക് ലഭിച്ച ആ സെഞ്ചുറിയെ, ഇന്ത്യയുടെ വിജയത്തെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നതും ഈശോയുടെ വചനമാണ് ശക്തി നൽകിയത് എന്ന് പറയുന്നതും, അവിടെ സ്വന്തം അധ്വാനത്തെയോ സ്വന്തം പ്രയത്നത്തെയോ അല്ല അവൾ പുകഴ്ത്തിയത്, കർത്താവ് ഈശോ മിശിഹായെയാ. ശക്തിപ്പെടുത്തുന്ന കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരു മകളെ നമ്മളവിടെ കാണുകയാണ്. ഇതുപോലെ നിൻ്റെ ജീവിതത്തിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന ഈശോയ്ക്ക് ജീവിത സാഹചര്യങ്ങളിൽ സാക്ഷ്യം പറയുവാൻ, ഈശോയെ പ്രകീർത്തിക്കുവാൻ നിനക്ക് സാധിക്കണം. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിൻ്റെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈശോ ഈ ദിവസത്തിൻ്റെ അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിന് വേണ്ടി സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈ ശുശ്രൂഷയിൽ നിന്ന് സംബന്ധിക്കുന്ന മക്കളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം, ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന്, ഇവരുടെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിൻ്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളുടെ പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. തിന്മ തകരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.